students, welcome back to School at Home. On the previous class, we have started a new chapter, that is the biology of movement. And today we are moving on to the next topic of this chapter, that is bones and movement. In what all ways can you move your hands? നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് എത്ര തരത്തിൽ ചലിപ്പിക്കാനായിട്ട് സാധിക്കും? നമുക്ക് നമ്മുടെ കൈ ഉയർത്താനും താഴ്ത്താനും നിവർത്താനും മടക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും നമ്മൾ കൈകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആർ എഫക്റ്റഡ് ബൈ ദി കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ബോൺസ് ആൻഡ് മസിൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചലനങ്ങൾ മൂവ്മെൻറ്റ്സ് എല്ലാം സാധ്യമാക്കുന്നത് ബൈ ദി കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ബോൺസ് ആൻഡ് മസിൽസ്, അതായത് അസ്ഥികളുടെയും പേശികളുടെയും ബോൺസിൻ്റെയും മസിൽസിൻ്റെയും കമ്പൈൻഡ് ആക്ഷൻ സംയോജിത പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് സാധ്യമാകുന്നത്. The human skeletal system consists of 206 bones. 206 അസ്ഥികളാണ് ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റത്തിലുള്ളത്. അതായത് മനുഷ്യ അസ്ഥികൂടത്തിൽ ഉള്ളത് 206ഓളം അസ്ഥികളാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ന്യൂ ബോൺ ബേബീസ്, നവജാത ശിശുക്കളിൽ, അതായത് പ്രസവിച്ച് ഒരു 2-3 മാസമായിട്ടുള്ള കുട്ടികളിൽ, അവരിലെല്ലാം 300ഓളം അസ്ഥികളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ന്യൂ ബോൺ ബേബീസിൽ 300 ബോൺസും, എന്നാൽ അഡൾട്ടായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യരിലെ അസ്ഥികളുടെ എണ്ണം, നമ്പർ ഓഫ് ബോൺസ് എന്ന് പറയുന്നത് 206 ആയിരിക്കും. ബേസ്ഡ് ഓൺ ദെയർ പൊസിഷൻ, ദ ഹ്യൂമൻ സ്കെൽട്ടൺ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ആക്സിയൽ സ്കെൽട്ടൺ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ. അതായത് സ്ഥാനത്തിനനുസരിച്ച് മനുഷ്യ അസ്ഥികൂടത്തെ രണ്ടായി തരംതിരിക്കാം. ഏതൊക്കെയാണത്? ആക്സിയൽ സ്കെൽട്ടണും അപ്പൻഡിക്കുലർ സ്കെൽട്ടണും. സോ ഹ്യൂമൻ സ്കെൽട്ടൺ എന്ന് പറയുന്നത് 2 തരത്തിലാണ്, ബേസ്ഡ് ഓൺ ദെയർ പൊസിഷൻ. ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ആക്സിയൽ സ്കെൽട്ടണും അപ്പൻഡിക്കുലർ സ്കെൽട്ടണും. ഇവിടെ നിങ്ങൾക്കൊരു ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അതിലൂടെ ആക്സിയൽ സ്കെൽട്ടൺ ഏതൊക്കെയാണെന്നും അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ ഏതൊക്കെയാണെന്നും നമുക്ക് പഠിക്കാം. അതിൽ എത്ര ബോൺസ് ഉണ്ടെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ്, ആക്സിയൽ സ്കെൽട്ടൺ. സോ ആക്സിയൽ സ്കെൽട്ടണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് സ്കൾ, തലയോട്. അതിൽ എത്ര ബോൺസ് ഉണ്ട്? 29. സോ 29 ബോൺസ് ആർ ഇൻ ദി സ്കൾ. നമ്മുടെ തലയോടിനുള്ളിലാണ് 29 ബോൺസ് ഉള്ളത്. ഇറ്റ് ഈസ് ഇൻക്ലൂഡ്സ് ഇൻ ആക്സിയൽ സ്കെൽട്ടൺ. സോ ആക്സിയൽ സ്കെൽട്ടണിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സ്കളാണ്, നമ്മുടെ തലയോട്. അതിൽ 29 ബോൺസ് ആണ് ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് ആക്സിയൽ സ്കെൽട്ടൺ ഈസ് സ്റ്റേണം. ഇതാണ് സ്റ്റേണത്തിൻ്റെ പൊസിഷൻ. സോ ഒരൊറ്റ നമ്പർ ഓഫ് ബോൺ ആണ് എന്തിനുള്ളത്? സ്റ്റേണത്തിനുള്ളത്. അപ്പോൾ സ്റ്റേണം എന്ന് പറയുന്നത് ഒരൊറ്റ ബോണുള്ള ആക്സിയൽ സ്കെൽട്ടൺ ആണ്. സോ അതിൻ്റെ പൊസിഷൻ നോക്കൂ, ഇവിടെയാണ് കേട്ടോ, കണ്ടല്ലോ. ആൻഡ് നെക്സ്റ്റ് ഈസ് റിബ്സ്. റിബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാരിയല്ല്, നെഞ്ചും കൂട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സോ അതിനെയാണ് റിബ്സ് എന്ന് പറയുന്നത്. റിബ്സിൽ അടങ്ങിയിട്ടുള്ളത് എത്ര ബോൺസ് ആണ്? 24 ആണ്. സോ ഈ ഒരു ഭാഗത്ത് 12ഉം ഈ ഒരു ഭാഗത്ത് 12ഉമായി ആകെ കൂടി 24 ബോൺസ് ആണ് റിബ്സിലുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വെർട്ടിബ്രൽ കോളം, അതായത് നട്ടെല്ല്. 26 ബോൺസ് ആർ ഇൻക്ലൂഡഡ് ഇൻ വെർട്ടിബ്രൽ കോളം. സോ നട്ടെല്ലിലുള്ളത് 26 അസ്ഥികളാണ്. സോ അങ്ങനെ ടോട്ടൽ 80 ബോൺസ് ആണ് ആക്സിയൽ സ്കെൽട്ടണിലുള്ളത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 29, 1, അങ്ങനെ 30 ആയി. ദെൻ 24 ആൻഡ് 26 എത്രയാണ്? 50. അങ്ങനെ ടോട്ടൽ 50 + 30, 80 ബോൺസ് ആണ് ആക്സിയൽ സ്കെൽട്ടണിലുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇസ് അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ. അപ്പൻഡിക്കുലർ സ്കെൽട്ടണിലുള്ളത് ഏതൊക്കെയാണ്? പെക്ടറൽ ഗേർഡിൽ, നമ്മുടെ തോൾ ഭാഗത്തുള്ള എല്ലുണ്ടല്ലോ, അതാണ് പെക്ടറൽ ഗേർഡിൽ. പെക്ടറൽ ഗേർഡിൽ എത്ര ബോൺസ് ആണുള്ളത്? 4 ബോൺസ്. 2 ബോൺസ് ഇവിടെയുണ്ട്, 2 ബോൺസ് ഇവിടെയുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ബോൺസ് ആണ് പെക്ടറൽ ഗേർഡിലുള്ളത്. It is a part of appendicular skeleton. And next is bones in forelimb. Forelimb എന്ന് പറഞ്ഞാൽ എന്താ? കൈകളാണ് അല്ലേ? സോ കയ്യിൽ എത്ര ബോൺസ് ഉണ്ട്? 60 ബോൺസ് ഉണ്ട്. അതായത് ഒരു കയ്യിൽ 30 ബോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കയ്യിലും എത്ര തന്നെയാണ്? 30 ബോൺസ് ആണ്. അപ്പോൾ 2 കയ്യിലുമായി 60 ബോൺസ് ആണ് നമ്മുടെ കൈകളിലുള്ളത്. നെക്സ്റ്റ് ഇസ് പെൽവിക് ഗേർഡിൽ. കണ്ടോ, ഈ ഭാഗം ഇടുപ്പെല്ല് എന്ന് പറയില്ലേ, അതാണ് പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പെൽവിക് ഗേർഡിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരെണ്ണം ഉണ്ട്, മറ്റൊരു ഭാഗത്ത് ഒരെണ്ണം കൂടിയുണ്ട്. അങ്ങനെ 2 ബോൺസ് ആണ് പെൽവിക് ഗേർഡിലുള്ളത്. ദെൻ ബോൺസ് ഇൻ ഹിൻഡ് ലിംബ്. ഹിൻഡ് ലിംബ് എന്ന് പറഞ്ഞാൽ കാലിലെ അസ്ഥികളാണ്. ഒരു കാലിൽ 30 ബോൺസ് ആണുള്ളത്. സോ 2 കാലിലുമായി 60 ബോൺസ് ആണ് നമ്മുടെ കാലുകളിലുള്ളത്. സോ ടോട്ടൽ 126 ബോൺസ് ആണ് അപ്പൻഡിക്കുലർ സ്കെൽട്ടണിലുള്ളത്. സംശയമുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. നോക്കൂ, 60 ഹിൻഡ് ലിംബിലുണ്ട്, 60 ഫോർ ലിംബിലുണ്ട്. അപ്പോൾ ടോട്ടൽ 120 ആയി. ദെൻ 2 ബോൺസ് പെൽവിക് ഗേർഡിലുമാണ്, 4 ബോൺസ് പെക്ടറൽ ഗേർഡിലുമാണ്. അപ്പോൾ 6. സോ ടോട്ടൽ 126 ബോൺസ് ആണ് അപ്പൻഡിക്കുലർ സ്കെൽട്ടണിലുള്ളത്. 80 ബോൺസോ ആക്സിയൽ സ്കെൽട്ടണിലാണ്.
അതിന് ടോട്ടൽ 80 പ്ലസ് 126, ദാറ്റ് മീൻസ് 206 ബോൺസ് ആണ് ഒരു ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹ്യൂമൻ സ്കെൽറ്റൻ തന്നെ അതൊന്ന് ചിത്രീകരിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. നമുക്കിവിടെ എഴുതി ചേർക്കാം എന്തൊക്കെയാണെന്ന്. സോ ഹ്യൂമൻ സ്കെൽറ്റൻ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ഓൺ ദെയർ പൊസിഷൻ. വൺ ഇസ് ആക്സൽ സ്കെൽറ്റൻ ആൻഡ് അനദർ വൺ ഇസ് അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ. ആക്സൽ സ്കെൽറ്റനിൽ 80 ബോൺസും ഉണ്ട്. ദെൻ അപ്പൻഡിക്കുലർ സ്കെൽറ്റനിൽ 126 ബോൺസും ഉണ്ട്. ദെൻ ഇൻ ആക്സൽ സ്കെൽറ്റൻ സ്കൾ, റിബ്സ്, സ്റ്റേർണം ആൻഡ് വെർട്ടിബ്രൽ കോളം ഇസ് ഇൻക്ലൂഡ്സ്. സ്കളിൽ 29 ബോൺസ് ആണുള്ളത്. സ്റ്റേർണത്തിലാണെങ്കിൽ ഓൺലി 1 ബോൺ. ദെൻ റിബ്സിലാണെങ്കിൽ 24 ബോൺ. വെർട്ടിബ്രൽ കോളത്തിലാണെങ്കിൽ 26 ബോൺസും ആണുള്ളത്. ദെൻ അപ്പൻഡിക്കുലർ സ്കെൽറ്റനിൽ ഏതൊക്കെയാണുള്ളത്? ഫോർ ലിംബ് ഉണ്ട്, ഹിൻഡ് ലിംബ് ഉണ്ട്, പെട്രൽ ഗേർഡിലുണ്ട്, ദെൻ പെൽവിക് ഗേർഡിൽ അല്ലേ. സോ ഫോർ ലിംബിൽ 60 ബോൺസ് ആണ്. ദെൻ ഹിൻഡ് ലിംബിൽ എത്ര ബോൺസ് ഉണ്ട്? 60 ബോൺസ് ഉണ്ട്. പെട്രൽ ഗേർഡിലാണെങ്കിൽ 4 ബോൺസും പെൽവിക് ഗേർഡിലാണെങ്കിൽ 2 ബോൺസും ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 206 ബോൺസ് ആണ് ഹ്യൂമൻ സ്കെൽറ്റനിലുള്ളത്. ലെറ്റ് us examine how the combined action of bones and muscles facilitate a variety of movements. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ബോൺസിൻ്റെയും മസിൽസിൻ്റെയും ആക്ഷൻ മൂലം വെറൈറ്റി ഓഫ് മൂവ്മെൻറ്റ്സ്, പലതരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം ചലനം, ദാറ്റ് മീൻസ് മൂവ്മെൻറ്റ് വളരെ ഈസിയായി നടക്കണമെങ്കിൽ ഇറ്റ് ഈസ് ബൈ ദി കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ബോൺസ് ആൻഡ് മസിൽസ് അല്ലേ. അസ്ഥികളുടെയും പേശികളുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ മൂലമാണ് മൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. We can understand this easily by observing the movement of muscles and bones of our hand. സോ നമ്മുടെ കയ്യിലുള്ള മസിൽസിൻ്റെയും ബോൺസിൻ്റെയും സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ആ മൂവ്മെൻറ്റ് എങ്ങനെയാണ് സാധ്യമാകുന്നത് നോക്കാം. സോ ഇവിടെ നോക്കൂ, മൂവ്മെൻറ്റ് ഓഫ് മസിൽസ് ഇൻ ദി ഫോർ ലിംബ്. നമ്മുടെ കയ്യിലുള്ള മസിൽസിൻ്റെ മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് അവർ ഫോർ ലിംബ് കൺസിസ്റ്റ് ഓഫ് 2 ടൈപ്പ് ഓഫ് മസിൽസ്, ദാറ്റ് ഇസ് ഫ്ലെക്സർ മസിൽ ആൻഡ് എക്സ്റ്റെൻസർ മസിൽ. ഏതൊക്കെയാണ്? ഫ്ലെക്സർ മസിൽസ് ആൻഡ് എക്സ്റ്റെൻസർ മസിൽ. When we folding our hand, the flexor muscles contracts and extensor muscles relaxes. That means നമ്മൾ എപ്പോഴാണോ നമ്മുടെ കൈ മടക്കുന്നത് ആ ടൈമിൽ ഫ്ലെക്സർ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുന്നു. ആൻഡ് അതർവൈസ് എക്സ്റ്റെൻസർ മസിൽസ് റിലാക്സസ്. എന്നാൽ എക്സ്റ്റെൻസർ മസിലോ റിലാക്സ് ചെയ്യുന്നു. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? വെൻ വി ഫോൾഡിങ് അവർ ഹാൻഡ്, നമ്മുടെ കൈ മടക്കുമ്പോഴാണ് കേട്ടോ അത് നടക്കുന്നത്. ഫ്ലെക്സർ മസിൽസ് കൺട്രാക്ട് ചെയ്യും, എക്സ്റ്റെൻസർ മസിൽ റിലാക്സ് ചെയ്യും. ഇവിടെ നിങ്ങൾ കണ്ടോ ടെൻഷൻ എന്ന് പറഞ്ഞ റീജിയൻ കണ്ടോ? സോ ടെൻഷൻ ഇസ് ദ റീജിയൻ ടു ജോയിൻ ദി മസിൽസ് ആൻഡ് ബോൺസ്. മസിൽസും ബോൺസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്തെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. വെൻ വി എക്സ്റ്റെൻഡിങ് അവർ ഹാൻഡ്, ദ ഫ്ലെക്സർ മസിൽസ് റിലാക്സസ് ആൻഡ് എക്സ്റ്റെൻസർ മസിൽസ് കൺട്രാക്ട്. എന്നാൽ നമ്മുടെ കൈ നമ്മൾ എപ്പോഴാണ് നിവർത്തുന്നത് ആ ഒരു ടൈമിൽ ഫ്ലെക്സർ മസിൽ എന്ത് ചെയ്യും? റിലാക്സ്ഡ് ആവും. ആൻഡ് എക്സ്റ്റെൻസർ മസിൽ എന്ന് പറയുന്നത് കൺട്രാക്റ്റഡ് ആവും. എളുപ്പമാണല്ലേ പഠിക്കാനായിട്ട്. സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? മടക്കുക. അപ്പോൾ അവിടുത്തെ മസിൽ ഏതാണ്? ഫ്ലെക്സർ മസിലാണ്. ഫോൾഡിംഗ്, ഫ്ലെക്സർ കണ്ടോ, FF. സോ ഫ്ലെക്സർ മസിലായിരിക്കും കൺട്രാക്ട് ചെയ്യുക. എപ്പോഴാണെന്നാണ് പറഞ്ഞത്? ഫോൾഡ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ കൈ മടക്കുമ്പോഴാണ് ഫ്ലെക്സർ മസിൽ കൺട്രാക്ട് ചെയ്യുന്നത്. എളുപ്പമല്ലേ? സോ ഏത് കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഭാഗത്തെ മസിലായിരിക്കും എപ്പോഴും കൺട്രാക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സർ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ്റ്റെൻസർ മസിലോ റിലാക്സ്ഡ് ആവും. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അല്ലേ. നമ്മുടെ കൈ നമ്മൾ നിവർത്തി പിടിക്കുകയാണ്. അപ്പോൾ ആരാണ് കൺട്രാക്ട് ചെയ്യുക? എക്സ്റ്റെൻസർ മസിൽ. എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റെൻസർ മസിൽ കൺട്രാക്ട് ചെയ്യുന്നു. കണ്ടോ? പഠിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ ഫ്ലെക്സർ മസിൽ എന്ത് ചെയ്യും? റിലാക്സ്ഡ് ആവും. ഓക്കെ. സോ വെൻ വി ഫോൾഡിങ് അവർ ഹാൻഡ്, ഫ്ലെക്സർ മസിൽസ് കൺട്രാക്ട് ആൻഡ് എക്സ്റ്റെൻസർ മസിൽ റിലാക്സസ്. ഓൺ ദി അതർ കേസ്, വെൻ വി എക്സ്റ്റെൻഡിങ് അവർ ഹാൻഡ്, extensor muscles contract and flexor muscles relax. And next is about steroids, protector and villain. Chemicals known as steroids are prescribed as medicines for certain diseases. അപ്പോൾ ചില രോഗങ്ങൾക്കെല്ലാം സ്റ്റീറോയിഡ്സ് നമുക്ക് മരുന്നായിട്ട് തരുന്നുണ്ട്. സോ സ്റ്റീറോയിഡ് എന്ന് പറയുന്നത് ഒരു രാസവസ്തുവാണ്, കെമിക്കലാണ്. ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെഡിസിൻ ഫോർ സർട്ടൻ ഡിസീസസ്. കൺസംഷൻ ഓഫ് മെഡിസിൻസ് ആസ് പെർ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ഡോക്ടർ ഈസ് എ പാർട്ട് ഓഫ് ഹെൽത്ത് കെയർ. എന്നാൽ ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷനിലൂടെയാണ് നമ്മൾ സ്റ്റീറോയിഡ് എന്ന മരുന്ന് കഴിക്കുന്നതെങ്കിൽ അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ദർ ഹാസ് ബീൻ ന്യൂസ് ഫ്രം ദി സ്പോർട്സ് സെക്ടർ അബൌട്ട് ദി അബ്യൂസ് ഓഫ് സ്റ്റീറോയിഡ്സ് ബൈ സം സ്പോർട്സ് സ്റ്റാർസ്. അതായത് സ്റ്റീറോയിഡ് എന്ന ഒരു മരുന്ന് കഴിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ചില സ്പോർട്സ് സ്റ്റാർസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇൻ ദ ടൈം ഓഫ് ഒളിമ്പിക്സിൻ്റെ ടൈമിലെല്ലാം ഈ അത്ലറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഈ സ്റ്റീറോയിഡ് കുത്തിവെക്കുന്നുണ്ട്, ഇഞ്ചെക്ട് ചെയ്യും ശരീരത്തിൽ.
ബിക്കോസ് ആ ഒരു സ്റ്റീറോയിഡ് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ വളരെയധികം എനർജറ്റിക് ആവുക ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ഊർജ്ജോൽപാദനം കൂടുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അതിൽ വളരെ ആക്റ്റീവായിട്ട് ഏത് കാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ദ റീസൺ ഈസ് ദാറ്റ് സ്റ്റീറോയിഡ്സ് എൻഹാൻസ് പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ദി മസിൽ സെൽ. കണ്ടോ, നമ്മുടെ മസിലുകളിലെല്ലാം, ദാറ്റ് മീൻസ് പേശികളിലെല്ലാം എനർജിയുടെ പ്രൊഡക്ഷനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ സ്റ്റീറോയിഡിന് സാധിക്കും. അതുകൊണ്ടാണ് ഈ അത്ലറ്റ്സ് എല്ലാം സ്റ്റീറോയിഡ്സ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. We forget that the unwise use of steroids for momentary achievements may lead to hypertension, cardiac problems, imbalance of sex hormones, etc. പക്ഷെ നമ്മൾ മറന്നു പോവുകയാണ്. കാരണം ആ ഒരു ടൈമിൽ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന സ്റ്റീറോയിഡ് പിന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഹൈപ്പർ ടെൻഷൻ, ദാറ്റ് മീൻസ് BP, കാർഡിയക് പ്രോബ്ലംസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇംബാലൻസ് ഓഫ് സെക്സ് ഹോർമോൺസ്, ലൈംഗിക ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ. ഇത്തരം പ്രശ്നങ്ങളെല്ലാം സ്റ്റീറോയിഡ്സ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇറ്റ് ഈസ് ബോത്ത് ആൻ ഒഫൻസ് ടുവേർഡ്സ് വൺ സെൽഫ് ആൻഡ് ദി സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സമൂഹത്തിനും ഒപ്പം നമുക്ക് തന്നെ വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. എ മൂവ്മെന്റ് ഈസ് എഫക്റ്റീവ് ആൻഡ് കംപ്ലീറ്റ് വെൻ മസിൽസ് വർക്ക് ഇൻ യൂണിസൺ വിത്ത് ബോൺസ്. നമ്മുടെ മസിൽസ്, പേശികൾ ബോൺസുമായി വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ മൂവ്മെന്റ്, ചലനം സാധ്യമാകുന്നുള്ളൂ. You have understood that in the forelimb, when one muscle contracts, another muscle relaxes. അത് നമ്മൾ പഠിച്ചു അല്ലേ? ഫോർലിംബിൻ്റെ കേസിൽ ഒരു മസിൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റൊരു മസിൽ എന്ത് ചെയ്യും? റിലാക്സ്ഡ് ആവും. സോ അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. These pairs of muscles which are opposite in action are called antagonistic muscles. That means ഒരു മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റൊരു മസിൽ റിലാക്സ്ഡ് ആവുകയാണ്. സോ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് രണ്ടും ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള മസിൽസിൻ്റെ ആക്ഷനെയാണ് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുന്നത്. ദ ആക്ഷൻ ഓഫ് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് ഈസ് ദി ബേസിസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ മൂവ്മെൻറ്റ്സ് ഓഫ് ദി ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ചലനങ്ങളുടെയും ബേസിസ് എന്ന് പറയുന്നത് ആൻറ്റഗോണിസ്റ്റിക് മസിൽസിൻ്റെ ആക്ഷൻ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് അബൌട്ട് ജോയിൻറ്റ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ്. ജോയിൻറ്റ്സ് ആർ ദി മീറ്റിംഗ് പ്ലേസ് ഓഫ് ടു ബോൺസ്. രണ്ട് അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെയാണ് ജോയിൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എന്ത് സാധനം കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അതിനെ ജോയിൻ ചെയ്യാന്നല്ലേ പറയാം. സോ രണ്ട് ബോൺസും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്തെ എന്ത് നമ്മൾ പറയും? ജോയിൻസ്. എന്താ പറയുന്നത്? ജോയിൻസ്. ദേ ഹെൽപ്പ് ഇൻ ദി മൂവ്മെൻറ്റ് ഓഫ് ബോൺസ്. അതായത് അസ്ഥികളുടെ ചലനത്തെയാണ് ആര് സഹായിക്കുന്നത്? ജോയിൻസ് സഹായിക്കുന്നത്. ജോയിൻസ് ഗിവ് മോർ ഫ്ലെക്സിബിലിറ്റി ടു ബോൺസ് ടു മൂവ്. ബോൺസിനെ മൂവ് ചെയ്യാനായിട്ട് ഫ്ലെക്സിബിലിറ്റി കൂട്ടുക എന്നതാണ് ജോയിൻസിന്റെ ഫംഗ്ഷൻ. ദ നേച്ചർ ഓഫ് മൂവ്മെന്റ്സ് വേരീസ് വിത്ത് ദി നേച്ചർ ഓഫ് ജോയിൻസ്. സോ ജോയിൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് മൂവ്മെന്റും ഉണ്ടാവുന്നത്. സോ നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോയിൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ഇസ് പിവോട്ട് ജോയിൻറ്റ്. പിവോട്ട് ജോയിൻറ്റ് ഇവിടെ കണ്ടോ? നമ്മുടെ കഴുത്തിൻ്റെ ഈ ഒരു റീജിയനിൽ ഇവിടെ കാണുന്നതാണ് പിവോട്ട് ജോയിൻറ്റ്. ദെൻ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഇതേ നോക്കൂ, നമ്മുടെ തോൾ ഭാഗത്ത് ഇവിടെ കാണുന്നില്ലേ? ഇതും നമ്മുടെ ഇടുപ്പെല്ലിൻ്റെ ഭാഗത്ത് കണ്ടോ? അങ്ങനെ ഈ റീജിയനിലും കാണപ്പെടുന്ന ജോയിൻ്റ് ആണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് വൺ ഓഫ് അവർ ജോയിൻറ്റ്. ആൻഡ് അനദർ വൺ ഇസ് ഹിഞ്ച് ജോയിൻറ്റ്. അതെവിടെ കാണുന്നത്? കാൽമുട്ട്, നീ ഭാഗത്തും എൽബോ കണ്ടോ? അതായത് നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന ജോയിൻ്റ് ആണ് ഹിഞ്ച് ജോയിൻറ്റ്. ദെൻ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഗ്ലൈഡിംഗ് ജോയിൻറ്റ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ആങ്കിളിലും ദെൻ റിസ്റ്റിലുമാണ്. ഓക്കെ, നമ്മുടെ കൈൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെയും അതുപോലെ തന്നെ കാൽപാദങ്ങളിലുമാണ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് 4 ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ്. ദാറ്റ് ഈസ് പിവോട്ട് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ് ആൻഡ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഇനി നമുക്ക് ഇവ ഓരോന്നിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സും പൊസിഷൻ ഇൻ ദി ബോഡിയും നോക്കാം. ഇവിടെ നോക്കൂ, ക്യാരക്ടറിസ്റ്റിക് തന്നിട്ടുണ്ട്. എന്താണ്? എനേബിൾസ് മൂവ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. പല വശങ്ങളിലേക്കും ചലിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ഡയറക്ഷൻ, അതായത് നാനാവശങ്ങളിലേക്കും ചലിക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ ഈ ഒരു ജോയിൻറ്റിൻ്റെ പൊസിഷൻ എവിടെയാണ്? The point where the first vertebra joins the skull. തലയോടുമായി വെർട്ടിബ്ര, ദാറ്റ് മീൻസ് നട്ടിലെ കൂടിച്ചേരുന്ന ഭാഗത്താണ് നമുക്ക് ഈ ഒരു ജോയിൻറ്റിനെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ജോയിൻറ്റ്? ദാറ്റ് ഈസ് പിവോട്ട് ജോയിൻറ്റ്. ആൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് അനദർ ജോയിൻറ്റ് ഈസ് എനേബിൾസ് മൂവ്മെൻറ്റ് ഇൻ വൺ ഡയറക്ഷൻ അലോങ് ലൈക്ക് എ ഹിഞ്ച്. എന്താണ് ഹിഞ്ച് എന്ന് പറഞ്ഞാൽ? വിജാഗിരി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഡോറ്, വാതിലിന് കട്ട്ലയുമായിട്ട് യോജിപ്പിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് വിജാഗിരി എന്ന് പറയുന്നത്. സോ വിജാഗിരിയെ പോലെ ഒരു വശത്തേക്ക് മാത്രം മൂവ്മെൻറ്റ്, ചലനം സാധ്യമാക്കുന്ന ജോയിൻ്റാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത് ഏത് തരത്തിലുള്ള ജോയിൻ്റ് ആണ്? ഹിഞ്ച് ജോയിൻ്റ് ആണ് കേട്ടോ. ദാ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഹിഞ്ച് എന്ന് പറഞ്ഞാൽ വിജാഗിരി. സോ ഹിഞ്ച് ജോയിൻ്റ് ആണ് എന്തിനു സഹായിക്കുന്നത്? എനേബിൾസ് മൂവ്മെൻറ്റ് ഇൻ വൺ ഡയറക്ഷൻ അലോങ് ലൈക്ക് എ ഹിഞ്ച്. വിജാഗിരിയെ പോലെ ഒരു വശത്തേക്ക് മാത്രം ചലനം സാധ്യമാക്കുന്ന ജോയിൻ്റ് ആണ് ഹിഞ്ച് ജോയിൻ്റ്. ഓക്കെ, സോ ഇനി ഹിഞ്ച് ജോയിൻ്റെ പൊസിഷൻ നമ്മുടെ ശരീരത്തിൽ എവിടെയാണുള്ളത്? നീ ആൻഡ് എൽബോ. നമ്മുടെ കാൽമുട്ടിലും കൈമുട്ടിലുമാണ് നമുക്ക് ഈ ഒരു ജോയിൻറ്റ് കാണാൻ സാധിക്കുന്നത്.
നമ്മുടെ കൈ നോക്കാം, നമ്മുടെ കൈമുട്ട് എൽബോ നോക്കുക. നമുക്ക് ഒരു വശത്തേക്ക് മാത്രമല്ലേ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, തിരിച്ചു മടക്കാനായിട്ട് പറ്റുമോ? ഇല്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് വൺ സൈഡ് മൂവ്മെൻറ്റ് മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ജോയിൻറ്റ്. കണ്ടോ, ലൈക്ക് എ ഹിഞ്ച്. ആൻഡ് നെക്സ്റ്റ് ജോയിൻറ്റ് ഈസ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ദ ബോൾ ലൈക്ക് എൻഡ് ഓഫ് വൺ ബോൺ ഫിക്സ്ഡ് ഓൺ ദി സോക്കറ്റ് ഓഫ് ദി അതർ. അതായത് രണ്ട് ബോൺസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് ജോയിൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു ബോണിൻ്റെ എൻഡ് പോർഷൻ, അതായത് ആ ഏറ്റവും അറ്റത്തുള്ള ഒരു ഭാഗം ബോൾ പോലെയായിരിക്കും, ഉരുണ്ടതായിരിക്കും. ദെൻ ആ ഒരു ബോൺ എന്ത് ചെയ്യുന്നു, മറ്റൊരു ബോണിൻ്റെ സോക്കറ്റിനുള്ളിലേക്ക് കടത്തി വെച്ച പോലെയാണ് കാണുന്നത്. അതായത് നിങ്ങൾ ചെറിയ കുട്ടികളുടെ പാവകളൊക്കെ കണ്ടിട്ടുണ്ടോ? കൈയും കാലൊക്കെ അതിന് ഉരാൻ പറ്റും. ആ കൈയിനെ ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഉരുണ്ട പോലെയായിരിക്കും ഉണ്ടാവുക, ഒരു ബോൾ പോലെ. അത് മറ്റൊരു ബോണിൻ്റെ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണത് ഫിറ്റ് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ജോയിൻ്റാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോണിൻ്റെ ഭാഗം ഒരു ബോൾ പോലെയായിരിക്കും, ഉരുണ്ടത് പോലെയായിരിക്കും. ദെൻ മറ്റൊരു ബോണിൻ്റെ സോക്കറ്റിനുള്ളിലേക്ക്, ദാറ്റ് മീൻസ് കുഴിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച പോലെയാണ് ഈ ഒരു ജോയിൻ കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ കൈ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച പോലെ, കാലിൻ്റെ ആണെങ്കിലും. സോ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹിപ്പ് ജോയിൻറ്റും ഷോൾഡർ ജോയിൻറ്റും ആണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ഇസ് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. എന്താണ് ഗ്ലൈഡിംഗ് ജോയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ദ ഫ്ലാറ്റ് എൻഡ്സ് ഓഫ് ടു ബോൺസ് വൺ സ്ലൈഡ് ഓവർ ദി അതർ. അതായത് രണ്ട് ബോൺസ് ഉണ്ട്, ആ രണ്ട് ബോൺസിനും ഒരു ഫ്ലാറ്റ് ആകൃതിയാണുള്ളത്. ദാറ്റ് മീൻസ് പരന്ന പോലെയാണ്. അപ്പോൾ രണ്ട് ബോൺസും എന്ത് ചെയ്തിരിക്കുന്നു, പരന്നതുപോലെ. എന്നാൽ ഒന്ന് മറ്റൊന്നിന് മുകളിലായിട്ട് സ്ലൈഡ് ചെയ്തു പോകുന്നു, തെന്നി നീങ്ങുന്നു. അത്തരത്തിലുള്ള ഒരു ജോയിൻ്റ് ആണ് ഗ്ലൈഡിംഗ് ജോയിൻ്റ് എന്ന് പറയുന്നത്. സോ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ദ ഫ്ലാറ്റ് എൻഡ്സ് ഓഫ് ടു ബോൺസ് വൺ സ്ലൈഡ്സ് ഓവർ ദി അതർ. അത് നിങ്ങളോട് എഴുതി ചേർക്കണം കേട്ടോ. അതായത് രണ്ട് ബോൺസും ഫ്ലാറ്റ് പോലെയാണ് കിടക്കുന്നത്, ഒന്ന് ഒന്നിന് മുകളിലായിട്ട് സ്ലൈഡ് ചെയ്ത് പോകുന്നു, തെന്നി നീങ്ങുന്നു. ദെൻ പൊസിഷൻ ഇൻ ദി ബോഡി. എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൈഡിംഗ് ജോയിൻ്റ് ഉള്ളത്? റിസ്റ്റ് ആൻഡ് ആങ്കിൾ, നമ്മുടെ കാൽപാദത്തിൽ, പിന്നെ റിസ്റ്റ്, നമ്മുടെ കൈയിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെയുമാണ് നമുക്ക് ഗ്ലൈഡിംഗ് ജോയിൻ്റ് കാണാനായിട്ട് സാധിക്കുക. ഒന്നിന് മുകളിലായിട്ട് തെന്നി നീങ്ങുന്ന പോലെയാണ് ഗ്ലൈഡിംഗ് ജോയിൻ്റ് ഉള്ളത്. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിവിടെ എഴുതി ചേർക്കണം. നെക്സ്റ്റ് ഇസ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് എ ജോയിൻറ്റ്. ഒരു ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ, ഘടനയെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ ഭാഗങ്ങളാണ് ഒരു ജോയിൻറ്റിനുള്ളത്? The first part of a joint is capsule. So what is the function of a capsule? It covers and protects the joints. അതായത് ജോയിൻസിനെ കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ക്യാപ്സ്യൂൾ ഉള്ളത്. സോ ജോയിൻസിനെ എന്ത് ചെയ്യുന്നു, പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ആ ഒരു ഭാഗമാണ് ക്യാപ്സ്യൂൾ. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഇസ് കാർട്ടിലേജ്. എന്തിനാണ് കാർട്ടിലേജ് സഹായിക്കുന്നത്? റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ബോൺസ്. രണ്ട് അസ്ഥികൾ തമ്മിലുള്ള ഫ്രിക്ഷൻ, ഘർഷണം കുറയ്ക്കാനാണ് കാർട്ടിലേജ് സഹായിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇതൊരു ബോണാണ്, ഇതൊരു ബോണാണ്. ഈ രണ്ട് ബോണും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ് ജോയിൻ്റ് എന്ന് പറഞ്ഞു അല്ലേ. സോ ആ ജോയിൻറ്റിൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് അബൌട്ട് ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സ് എൻഷുർ ദാറ്റ് ബോൺസ് ആർ നോട്ട് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ഹോൾഡ്സ് ദം ഇൻ പൊസിഷൻ. ലിഗമെൻറ്റ്സ് എന്താണ് ചെയ്യുന്നത്? ബോൺസ് കണ്ടോ, അസ്ഥികൾ, ഈ അസ്ഥികൾ അവയുടെ സ്ഥാനത്ത് നിന്ന് വ്യതിചലിക്കാതെ, ഡിസ്പ്ലേസ്ഡ് ആവാതെ സംരക്ഷിക്കുകയാണ് ലിഗമെൻറ്റ്സ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ ബോൺസിനും അതിൻ്റേതായിട്ടുള്ള പ്ലേസ് ഉണ്ട്, ഓരോ സ്ഥാനമുണ്ട്. അതിൽ നിന്ന് മാറിപ്പോകാതെ, വ്യതിചലിക്കാതെ ആ ഒരു അസ്ഥിയെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നവയാണ് ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഇസ് അബൌട്ട് സൈനോവിൽ ഫ്ലൂയിഡ്. ഫംഗ്ഷൻ ആസ് എ ലൂബ്രിക്കൻറ്റ് ബിറ്റ്വീൻ ദി ബോൺസ്. അതായത് അസ്ഥികൾക്കിടയിൽ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സൈനോവിൽ ഫ്ലൂയിഡ്. ഈ ഒരു കാർട്ടിലേജിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന്. അതേപോലുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് സൈനോവിൽ ഫ്ലൂയിഡിനും. അപ്പോൾ ഇതിനിടയിലുള്ള ഈ രണ്ട് ബോൺസിൻ്റെയും ഇടയിലുള്ള ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ തന്നെയായിട്ടാണ് ഈ സൈനോവിൽ ഫ്ലൂയിഡും സഹായിക്കുന്നത്. അതാണ് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സൈനോവിൽ മെംബ്രെയിൻ. ഇറ്റ് ഹെൽപ്സ് ടു സെക്രീറ്റ്സ് ദി സൈനോവിൽ ഫ്ലൂയിഡ്. സൈനോവിൽ മെംബ്രെയിൻ എന്താ, ഈ കാണുന്നതാണ് സൈനോവിൽ മെംബ്രെയിൻ. ഈ സൈനോവിൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു? സൈനോവിൽ ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യുന്നു. കണ്ടോ? സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ജോയിൻറ്റ്. ഏതൊക്കെയാണ് പറഞ്ഞത്? ക്യാപ്സ്യൂൾ, കാർട്ടിലേജ്, ലിഗമെൻറ്റ്സ്, സൈനോവിൽ ഫ്ലൂയിഡ്, സൈനോവിൽ മെംബ്രെയിൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റത്തെക്കുറിച്ചായിരുന്നു. 2 ടൈപ്പ് ഓഫ് ഹ്യൂമൻ സ്കെൽറ്റൽ സിസ്റ്റമാണുള്ളത്. ആക്സിയൽ സ്കെൽറ്റനുണ്ട്, അപ്പൻഡിക്കുലർ സ്കെൽറ്റനുണ്ട്. 206 ബോൺസ് ആണ് ഒരു ഹ്യൂമൻ സ്കെൽറ്റനിലുള്ളത്. ദെൻ ടൈപ്പ് ഓഫ് ജോയിൻറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. ദെൻ സ്ട്രക്ചർ ഓഫ് എ ജോയിൻറ്റ് ഏതാണെന്ന് നോക്കി. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ്. താങ്ക് യു.